ഹേയ്, അസ്സലാമു അലൈക്കും. നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും ആത്മാർത്ഥമായ സമാധാനത്തിന് വേണ്ടിയിട്ട് കൊതിച്ചിട്ടുണ്ടോ? ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെ നമുക്ക് ആത്മാർത്ഥമായ സമാധാനം കണ്ടെത്താം. അതൊരിക്കലും മായുകയില്ല. ഈവൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും ആ ഒരു സമാധാനം നമ്മളുടെ കൂടെ ഉണ്ടാകും. ആ സമാധാനം വെറും സമാധാനമല്ല, അത് നമ്മളെ സൃഷ്ടാവായ റബ്ബിൽ നിന്ന് കണ്ടെത്തുന്ന സമാധാനമാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണെങ്കിലും, ഇവൻ നിങ്ങൾ ഭയങ്കരമായ വിഷമത്തിലാണെങ്കിലും, ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരാണ്, അതായത് സമാധാനം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് അത്ര വലിയ ദൂരമുള്ള കാര്യമൊന്നുമല്ല. അത് ജസ്റ്റ് ഒരു സുജൂദിലാണെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ ഫസ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ദുനിയാവിലുള്ള സമാധാനം താൽക്കാലികമാകുന്നത്. നമ്മളുടെ ഈ ദുനിയാവ് നമ്മളോട് തന്നെ ഒരുപാട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ എല്ലാവരുടെയും മൈൻഡിലുള്ള കാര്യമാണ്, നമ്മൾക്ക് നല്ല മാർക്ക് കിട്ടിയാൽ നമ്മൾ ഹാപ്പി ആവും, അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടിയാൽ നമുക്ക് ഹാപ്പി ആവും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ ജീവിതത്തിൽ ലഭിക്കുമ്പോഴും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുന്ന നമ്മുടെ മൈൻഡിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ നേടിയവരിലും സ്റ്റിൽ ചിലപ്പോൾ സമാധാനം ഉണ്ടാവണമെന്നില്ല. ഇതിനെല്ലാം ഉപരി ഒറ്റൊരു കാരണമല്ലോ, അതായത് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. നമ്മളുടെ ആത്മാവ് ഇതല്ല ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹം തിരിച്ചറിയാനും നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു പോകാനും വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ ആൾക്കാരിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കുള്ള അച്ചീവ്മെൻറ്റ്സിൽ, നമുക്കുള്ള പദവിയിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് നേടാൻ കഴിയില്ല. പക്ഷെ നമ്മളുടെ റഹ്മാനായ കാരുണ്യവാനായ റബ്ബിൽ നിന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതൊരിക്കലും ആയില്ല. അതെപ്പോഴും സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാവും. നമ്മളോട് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അതായത് അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ മാത്രമേ നമ്മൾക്ക് ഏവർക്കും സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഹൃദയം അവിടെയാണ് റെസ്റ്റ് ചെയ്യുന്ന പോലെയും സമാധാനപ്പെടുന്നത് പോലെയും ഫീൽ ചെയ്യുക. ഇതാണ് സത്യം. ആൻഡ് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ഈവൻ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ പോലും നമുക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സുജൂദിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ശരിക്കുമുള്ള സമാധാനം. അത് നിങ്ങളുടെ ഹൃദയത്തോട് അള്ളാഹു സംസാരിക്കുന്ന പോലെയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി നമുക്ക് അള്ളാഹുവിലൂടെ എങ്ങനെ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കിയാലോ. ജസ്റ്റ് നമ്മൾ വിഷമിക്കുമ്പോഴോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴോ മാത്രമല്ല, നമുക്ക് എല്ലാ ദിവസവും എങ്ങനെ സമാധാനം കണ്ടെത്താം എന്ന് നോക്കാം. ദിക്ർ എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവിന് ഓക്സിജൻ പോലെയാണ്. ഇവൻ നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലികൾ എടുക്കുമ്പോഴോ, അല്ലെങ്കിൽ ജസ്റ്റ് വഴിയിലൂടെ നടന്നു പോകുമ്പോഴോ അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് ലൈറ്റ് കൊണ്ടുവരുന്ന പോലെയാണ്. നമ്മളുടെ ഹൃദയത്തിലേക്ക് പ്രകാശം ഇങ്ങനെ കൊണ്ടുവരും. നിങ്ങൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ദിക്ർ ചൊല്ലാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇവൻ ജസ്റ്റ് വളരെ കുറച്ച് മാത്രമാണെങ്കിലും അങ്ങനെ പിന്നീട് നിങ്ങളുടെ ഹൃദയം ആ ദിക്റിനെ ഒരുപാട് കൊതിക്കും. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ദിക്റിലൂടെ ആരംഭിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താ നോക്കിയാലോ. നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. ഏതൊരു ഭാഷയിലും നമുക്ക് നമ്മളെ പടച്ച റബ്ബിനോട് സംസാരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കണം. നമ്മളുടെ കണ്ണുകൾ അടച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയാം. നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനോട് എങ്ങനെ സംസാരിക്കുക അതേപോലെ സംസാരിക്കുക. യാ അല്ലാഹുവേ, എനിക്കറിയില്ല എങ്ങനെ ഇത് ചെയ്യാന്ന്, ഞാൻ നഷ്ടപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യാണ്, അല്ലാഹുവേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. അങ്ങനെ ജസ്റ്റ് നിങ്ങൾ ദുആ ചെയ്യുക. അത് വെറും ദുആ മാത്രമല്ല, അത് വേർഷിപ്പും കൂടെയാണ്. അത് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന പോലെയും കൂടെയാണ്. അള്ളാഹുവിനെ തൻ്റെ അടിമ ഒരു കുട്ടി എങ്ങനെയാണോ തൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുന്നത് അതേപോലെ സംസാരിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ അത് കേൾക്കുന്നതിലൂടെ ഒരിക്കലും അള്ളാഹുവിനെ മടുപ്പ് വരില്ല. ഇവൻ നിങ്ങൾ ഒരേ വാക്കുകൾ തന്നെ നിരന്തരം എല്ലാ ദിവസവും പറഞ്ഞാലും. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കിയാലോ. നമ്മൾ ഖുർആനോട് കണക്റ്റ് ആവുന്നത്. നമ്മളുടെ ഖുർആൻ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു പുസ്തകം മാത്രം ആവുന്നില്ല, അത് അള്ളാഹുവിൽ നിന്നുള്ള കത്താണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കത്ത് പോലെയാണ്. നിങ്ങൾ വിഷമത്തിലാവുമ്പോൾ ജസ്റ്റ് നിങ്ങൾ കുറച്ച് ആയത്ത് അതിൻ്റെ അർത്ഥത്തോടു കൂടെ വായിച്ചു നോക്കുക. അപ്പോൾ നമ്മളുടെ ഖുർആൻ നിങ്ങളുടെ ആ ഒരു ഫീലിങ്ങിനോട്
തന്നെ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. നമ്മളോട് തന്നെ ഡയറക്റ്റായിട്ട് അള്ളാഹു പറയുന്ന മെസ്സേജ് പോലെ തോന്നാം. അത് ജസ്റ്റ് കോയിൻസിഡൻസ് അല്ല, അത് വെറുതെ സംഭവിക്കുന്നതല്ല, അത് അള്ളാഹു ആണ്. നമ്മൾ കുറച്ച് സൂറത്തുകളൊക്കെ അർത്ഥത്തോടു കൂടെ ഓതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സമാധാനം കിട്ടും. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം. സുജൂദിലൂടെയാണ് നിങ്ങൾ ഏറ്റവും അള്ളാഹുവിനോട് അടുക്കപ്പെട്ട നിമിഷം എന്ന് പറയുന്നത്. അതൊരു സ്ഥലമാണ്, നിങ്ങളുടെ കണ്ണീരൊന്നും ഒരിക്കലും വേസ്റ്റ് ആവാത്തൊരു സ്ഥലം. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പറയാൻ പറ്റിയൊരു സ്ഥലം. ഈവൻ നിങ്ങൾക്ക് സുജൂദിൽ പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു നിശബ്ദത, ആ ഒരു സൈലൻസ് നമ്മളുടെ അള്ളാഹുവിന് മനസ്സിലാകും. അതിപ്പോൾ ഏത് സാഹചര്യത്തിലായാലും സുജൂദിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്നും പറയാൻ പറ്റുന്നില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും കൂടെ ഉണ്ട് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം. നമ്മളുടെ എല്ലാ വിശ്വാസവും നമ്മളുടെ പടച്ച റബ്ബായ അള്ളാഹുവിന് കൊടുക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിൻ്റെ പ്ലാനിൽ വിശ്വസിക്കുമ്പോൾ ചില സമയത്ത് സമാധാനം നമ്മളെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ലഭിക്കണമെന്നില്ല. മറിച്ച് നമ്മൾ അള്ളാഹു എന്ത് ചെയ്താലും നമ്മൾ അതിൽ വിശ്വസിക്കും എന്നുള്ള ആ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ രീതിയിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ ഉപ്പയുടെ കൂടെയോ കാറിൽ യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മയാണ് കാർ ഓടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നോ അവർ നിങ്ങളെ ഒരു തെറ്റായ സ്ഥലത്തേക്ക്, അതായത് ഒരു മോശപ്പെട്ട സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത്? ഒരിക്കലും നമുക്ക് തോന്നില്ല. ഇതേപോലെയാണ് നമ്മളുടെ ഉമ്മയേക്കാൾ 70 ഇരട്ടി നമ്മളുടെ പടച്ചവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളുടെ ലൈഫ് തന്നെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഓരോ സ്റ്റേജിലും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടണമെന്നില്ല, പക്ഷെ അതിനേക്കാളും നല്ലത് അള്ളാഹുവിൻ്റെ പ്ലാൻ ആയിരിക്കും. സോ നമ്മൾ അള്ളാഹുവിൻ്റെ പ്ലാനിൽ വിശ്വസിക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ഒരു സമാധാനം ലഭിക്കും. നമ്മൾ നിരന്തരം ഈ ദിക്റൊന്ന് ചൊല്ലി നോക്കുക. ഹസ്ബൻ അല്ലാഹു വനിയമൽ വക്കീൽ, അല്ലാഹ് ഈസ് ഇനഫ് ഫോർ മീ. അതായത് അള്ളാഹു തന്നെ എനിക്ക് മതിയാകുന്നു. നമ്മൾ വീണ്ടും വീണ്ടും നിരന്തരം ആ ദിക്റൊന്ന് ചൊല്ലി നോക്കുക. നമ്മളുടെ ഹൃദയം അത് വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സ് എത്ര തന്നെ തകർന്നിട്ടായാലും, എത്ര രാത്രികൾ നിങ്ങൾ ആരും അറിയാതെ കരഞ്ഞാലും, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് തോന്നിയാലും നിങ്ങൾ തിരിച്ചു വരിക. നിങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ പെർഫെക്റ്റ് ആവണോ അല്ലെങ്കിൽ നിങ്ങൾ നന്നായാലും മാത്രമേ അള്ളാഹുലേക്ക് തിരിച്ചു വന്നോളൂ എന്നൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തിരിച്ചു വരിക. ആൻഡ് അങ്ങനെ നിങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ദുനിയാവിന് ഒരിക്കലും തരാൻ പറ്റാത്ത സമാധാനം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. അസ്സലാമു അലൈക്കും.